വ്യൂ ഉണ്ട്. അപ്പോ ജബലലിന്ന് എന്നെ പിക്കാൻ നമ്മുടെ കൂട്ടുകാരൻ എബൽ ഇന്നലെ മീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് തിരിച്ച് അവന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു തന്നു. എന്നിട്ട് അധികം സമയം കിട്ടിയില്ല, ഇന്നലെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. അപ്പൊ ഞങ്ങൾ അത് ഇന്നൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാന്ന് വെച്ചു. ഒരു ആഫ്റ്റർനൂൺ റൈഡിന് പോയിട്ട് വരാം. കൂട്ടുകാരന്റെ അപ്പാർട്ട്മെന്റിലോട്ട് എത്തി. മെയിൻ റോഡിൽ കൂടെ അല്ല, മെയിൻ എൻട്രൻസിൽ കൂടെ പോവാം. പക്ഷെ ഒരുപാട് നടക്കണം, അതിൽ ഇവിടെ തിരിച്ചു തുടങ്ങും. വെൽക്കം ടു ജോയങ്ങളുണ്ട്. ജോയങ്ങൾ ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇതാണ് ജോയങ്ങൾ, ജുനീറ്റ, അവരൊക്കെ. അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കുകയാണ്. എവന്റെ വീട്ടിൽ വന്നു, നല്ല ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് TV ഒക്കെ കണ്ടു, ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ശരി എന്നാ, ഓക്കെ, ബൈ. See you. സിറ്റി സെന്റർ നമ്മൾ മാൾ പാർക്കിങ്ങിൽ കയറിയിരിക്കുന്നു. സിറ്റി സെന്റർ ഒരു ചായ കുടിക്കാൻ വേണ്ടി, ചായ അല്ല കോഫി കുടിക്കാൻ വേണ്ടി നമ്മുടെ അതെ ഒരു കോഫി കുടിക്കാനായിട്ട്. അപ്പോൾ എവിടെ ഇരിക്കണ്ടേ? അപ്പോൾ നമ്മുടെ അടുത്ത പ്രിയ ചങ്ങാതി വിഷ്ണുവിനെ നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഓഫീസിൽ വെച്ച് കണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനെ ഇന്ന് ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. 10 മിനിറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നേക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആൾ എത്തിക്കുന്നത്. അതിന് കുഴപ്പമില്ല, കണ്ടല്ലോ, സന്തോഷം. അപ്പോൾ ഇത് വിഷ്ണുവിന്റെ ഫ്രണ്ട്. എന്താ പേര്? വിഷ്ണു. അപ്പോൾ വിഷ്ണു വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങള് എബിലെ പിന്നെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് ദുബായ് ഒന്നും നല്ല പോലെ കറങ്ങാൻ പോകുന്നുണ്ട്, കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് കറങ്ങാൻ പോവാണ്. അപ്പൊ വിഷ്ണുവാണ് ഇനി അടുത്ത എല്ലാ കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്യാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ാണ്. അപ്പൊ അങ്ങനെ ആ സമയം അടുത്ത് വന്നു. ഞാൻ മിസ് ചെയ്യാൻ പോവാണ്. ഇനി എബിലെ നാട്ടിൽ പോയി നമ്മൾ കാണും. ഫസ്റ്റ് ട്രിപ്പാണ്. അതെ, ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചൊരു വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പലതവണ സ്കൈ ഡൈവിംഗ് കൂടി ചേർത്തിട്ടൊരു പ്ലാനിൽ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത്. അന്ന് നമുക്ക് ഇതിനേക്കാളും പൊളിക്കും. അപ്പോ ഇന്നിപ്പോ രാത്രി വിഷ്ണുവിന്റെ കൂടെയായിട്ടുള്ള അടിപൊളികളാണ്. ഇവിടെ തൊട്ട് തുടങ്ങാണ് വിഷ്ണുവിന്റെ ഉള്ള യാത്ര. അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ അണ്ടർവേൾഡ് പരിപാടിയിലേക്കാണ് ഇനി കടക്കാൻ പോണേ. എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കില്ല, എന്നാലും പല കാര്യങ്ങളും നിങ്ങളെ കാണിച്ചിരിക്കും. ഫുൾ സസ്പെൻസിലാണ് ഇരിക്കുന്നത്. ആ മുഹൂർത്തം കൂടി. അപ്പൊ ശരി, അപ്പൊ എൻജോയ് അടിച്ചു വിളിക്കാം. കാണാം. ബൈ ബൈ. നല്ല സമയം പങ്കിട്ടു. ബാക്കിയൊക്കെ നമുക്ക് ഇനി അടുത്ത വരും. ഓക്കെ ഗൈസ്, എൻജോയ്. ബൈ ബൈ. അപ്പോൾ അതെ, നമ്മളിപ്പോ ഹാൻഡ് ഓവർ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ വിഷ്ണുവിന്റെ കൂടെയാണ്. ഇനി വിഷ്ണു, നീ പറ, ഇനി ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ ട്രിപ്പിന്റെ പ്ലാൻ? നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട് അബീനെ പിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടുന്ന് നമ്മൾ നേരെ ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് നമ്മൾ വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ട്രൈ ചെയ്യും. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ 10 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഓ, അടിപൊളിയാണ്. 10 മണിയാവും, രാത്രി 10 മണിയാവും. 10 മണിയാവും. 10 മണിക്ക് പിന്നെ 10 മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അപ്പോൾ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇവിടുന്ന് എങ്ങനെയാ? അല്ലേ, അങ്ങോട്ടല്ലേ തിരിച്ചില്ല, അങ്ങോട്ട് പോകണം.
അല്ലടാ വിഷ്ണുവാണ് നമ്മുടെ നാവിഗേറ്റർ. ഇടയ്ക്ക് ഒരു വണ്ടി വട്ടം ചാടിയിട്ടുണ്ട്. കേൾക്കില്ല. ചായക്കടയിലാണ് കൊളാക്കും. ഒരു മിനിറ്റ്, ലൈറ്റ് ഉണ്ടോ അവിടെ ബാക്കില്? ഇവിടെ ലൈറ്റ് ഇല്ലല്ലേ? ഇവിടെ ഞാൻ മാത്രം കാണൂടാ, നിങ്ങളാരും കാണില്ല. അതും പോയാ അത് വന്നു. നിങ്ങളാരും കാണില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ക്യാമറ ഫ്ലാഷ് ഓൺ ചെയ്യണം. ഫ്ലാഷ് ഇവിടെ ഫ്ലാഷ്, അവിടെ ഫ്ലാഷ് ഉണ്ടെങ്കിൽ അവിടെ പോണേ. അപ്പോ നമ്മളിപ്പോ എത്തിയിരിക്കണത് ഇപ്പോ അബീനെ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അബി പറഞ്ഞ പോലെ അബീനെ പരിചയപ്പെടാം. അബി ആരാന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ ഉണ്ട്. കാണാൻ അവിടുത്തെ ലൈറ്റിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് അബി. കണ്ടോളൂ, അഭിഷേക്. വിഷ്ണുവിനെ പിന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവല്ലോ. വിഷ്ണുവിന് പിന്നെ ലൈറ്റ് അടിക്കുന്ന തോന്നുന്നു. അതെ, വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ അബിയും വിഷ്ണുവിന്റെ കൂടെയാണ് ഞാൻ. അപ്പോ അബീനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ഫ്ലാറ്റിലേക്ക്. അപ്പോ നമ്മളിവിടെ കുറച്ചു നേരം പിടിച്ച് പോസ്റ്റ് ആക്കി നമ്മുടെ വിഷ്ണു. എന്തോ അത്യാവശ്യമായിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ടായി, സംസാരിക്കാണ്ടായോ, അതുകൊണ്ട് പോയതാ. ഇനിയിപ്പോ എങ്ങോട്ടാ? നമ്മള് ഗ്ലോബൽ വില്ലേജ് പോകുന്നു. ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജ് നമ്മുടെ വിഷ്ണു നമ്മളെ എത്തിച്ചു. വിഷ്ണുവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അബി ഉണ്ട്. അബിയെ നേരത്തെ വെളിച്ചത്തിൽ കാണാൻ പറ്റില്ല. അഭിഷേക് ദുബായ് അടിപൊളി. ഒരു 7 ദിവസം അറിയാത്ത പോലെ 2 ദിവസം കഴിഞ്ഞ് പോകും. വീണ്ടും ആഗ്രഹമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ദുബായ് എക്സ്പ്ലോർ ചെയ്ത് മതിയായില്ല തോന്നുന്നു. അതെ അതെ അതെ, ദുബായ് എക്സ്പ്ലോർ ചെയ്ത് മതിയായില്ല. കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ദുബായിൽ. ഇങ്ങനത്തെ ഹൈടെക് സാധനങ്ങൾ മാത്രമല്ല, നമുക്ക് കുറച്ച് സബർബൻ ഏരിയസിൽ പോകാണ്ട്, അജ്മാനിൽ പോകാണ്ട്, മൽപ്പയും പോകാണ്ട്. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. അതാണ് നീ ഒരു പ്രാവശ്യം വിസിറ്റ് എടുത്തിട്ട്. അതെ അതെ അതെ. ചുമക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൊറോണ ഉണ്ടോ? കൊറോണ ഉണ്ട് കുറച്ച്. എന്നെ കൊറോണ വന്ന് ട്രാപ്പ് ആക്കാനുള്ള പ്ലാനാണ് എല്ലാവർക്കും. ഗായ്സ് പണി പാളി ഗായ്സ്. വിഷ്ണു എന്തെങ്കിലും പറയാനുണ്ടോ ഈ അവസരത്തില്? നമസ്കാരം. ഇത് നല്ലൊരു ദിവസം, നല്ലൊരു സായാഹ്നം. ഞങ്ങളിങ്ങനെ എക്സ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഇവിടെ ഗ്ലോബൽ വില്ലേജ് ഇതിലാകെ നമ്മുടെ വിഷ്ണു പീമേനോ മാത്രമാണ് ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടുള്ളൂ. ബാക്കി ഞങ്ങൾ 3 പേരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഇതൊരു പുതിയൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും അനുഭവമാണ്. ഓക്കെ, അപ്പൊ ബാക്കി അവിടെ പോയി വന്നിട്ട് പറയാം. ഓക്കെ. ട്രൈപോഡൊക്കെ അത് വെച്ച് കഴിഞ്ഞാ സ്റ്റാൻഡ് ഉണ്ട് താഴെ. കുറച്ച് പണി അതൊക്കെ ഇത് പീപ്പാക്കാം. ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ? ഞങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചെന്നാലും മതി. നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടേജ് എത്തി. ഗ്ലോബൽ വില്ലേജിലെത്തി. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടിയാ? ടിക്കറ്റ് കിട്ടി. അപ്പൊ ടിക്കറ്റ് കാണിച്ചേ. Yes, these are our tickets. So we
അപ്പൊ നമ്മള് ഗ്ലോബൽ വില്ലേജിൽ കയറുന്നു, അവിടുത്തെ യാത്രകൾ കാണുന്നു, റൗണ്ട് അടിക്കുന്നു, തിരിച്ച് നേരെ അത് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ സസ്പെൻസ്. ഗ്ലോബൽ വില്ലേജിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ടിക്കറ്റ് ഗ്ലോബൽ വില്ലേജിന്റെ പടി കയറി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ പല രാജ്യക്കാരെയും ഉണ്ട്, പല കളർഫുൾ ബിൽഡിങ്ങുകളും കണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേടിക്കണ്ട, അതൊക്കെ എല്ലാം നോക്കിയിട്ടുള്ളൂ. ഇത് മിക്കവാറും ചിലപ്പോഴേ പോവുള്ളൂ. അൺസെൻസർഡ് കിറ്റ് ഞങ്ങൾ കഴിച്ചത് എല്ലാം പിന്നെ അതൊക്കെ എന്തായാലും വരും, അതെല്ലാം വന്നിരിക്കും. നമ്മളെല്ലാം അതിനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുവൈറ്റ്, യമൻ, മൊറോക്കോ, ഇന്ത്യ, ഇടയ്ക്ക് USA അതെന്താ കിങ്ഡം ഓഫ് സൗദി? അതാണോ സൗദി അറേബ്യ? അതാണ് KSA. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അതൊക്കെ ഇടയ്ക്ക് ഒരു ബ്ലൂപ്പേഴ്സ് ആണ്. ഏതൊക്കെ പ്ലേ How are you? I'm good. Where are you from? India. India. Zindabad, India. അവസാനം വലിയൊരു യുദ്ധത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ ഐസ്ക്രീം കിട്ടിയിരിക്കുകയാണ്. പോരാടി എന്നിട്ട് ഒരു ധീര യോദ്ധാവിനെ പോലെ പോരാടിയാണ് ഞങ്ങൾ ഇത് മേടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആള്. നമുക്ക് ഇടയ്ക്ക് തലക്കി അടിക്കേണ്ടത് എത്ര ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ചെറിയ പണി കിട്ടിയതാ. ഞാൻ അറിയാണ്ട് തള്ളുവണ്ടിയുടെ മുമ്പിൽ നിൽക്കണം നമ്മള്. തള്ളുവണ്ടി മുമ്പിൽ നിന്നിട്ട് നമ്മള് നാട്ടിലെത്തിയിട്ടാണ് ബാക്കി തള്ളുകൾ വിശദമായിട്ട് വരുന്നതായിരിക്കും വ്ലോഗിന്റെ രൂപത്തിലൂടെ. ദുബായിൽ കണ്ടതും കാണാത്തതും സ്വപ്നം കണ്ട കാഴ്ചകളെ പറ്റിയുള്ള വിസ്തരിച്ചിട്ടുള്ള തള്ളുകൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളുവണ്ടിയിലേക്ക് ഫോക്കസ് ചെയ്യണു. അവൻ കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ കാണുന്ന ഏരിയ ഈ ഏരിയ ഫുൾ സ്ട്രീറ്റ് ആണ്. ഫുൾ സ്ട്രീറ്റും ഫുൾ ഫുഡ് സ്ട്രീറ്റ്. അങ്ങനെയുണ്ടോ? അതുള്ളതാണോ? അത് വെറുതെ പറഞ്ഞല്ലേ? തേങ്ങേന്റെ ഇടയിൽ കൂടെ ചില ബ്ലൂപ്പേഴ്സ് വരുന്നുണ്ട്. നമ്മൾ കൈയാക്കരുത്. ഈ കാണുന്ന ഫുഡിന്റെ ഒരു സെക്ഷനാണ് ഫുൾ. ഇവിടെ തൊട്ട് അറ്റം വരെ ഫുൾ ഫുഡാണ്.
ബിരിയാണി ഗോട്ട് ദം ബിരിയാണി കിട്ടുന്ന പ്രത്യേക സ്ഥലങ്ങളാണിത്. റെയിൽവേ മാർക്കറ്റ് ആയിട്ട് ഇതേ സൈഡിൽ കാണുന്നുണ്ട്. അതായത് കുറെ അടിപൊളി ഹോട്ടൽസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനുള്ളില് ഫുഡൊക്കെ കൊടുക്കാം. ഇത് കൊള്ളാം. ഫുൾ ഫുഡ് കൗണ്ടേഴ്സും അതുപോലെ മെയിൻലി ഫുഡാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം. മെയിൻലി ഫുഡ് മാത്രമല്ല, സോനിയേഴ്സ് ഉണ്ട്, ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, പിന്നെ എന്റർടൈൻമെന്റ് റൈഡ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങള് അവസാനം ഒരു റൈഡിന് കയറാൻ വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോ അതിൽ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ട് തോന്നിയ റൈഡാണ് ഈ കയറുന്ന റൈഡ്. എന്ന് വെച്ചാൽ നമ്മളെ മേലെ കയറ്റിട്ട് ഇറങ്ങി, അതെ പാസ് കിട്ടി, വി ഗോട്ട് ഇറ്റ്. അപ്പൊ കയറാൻ പോവാണ് ഈ അഡ്വഞ്ചർ റൈഡിലോട്ട്. ഇത് പിടിച്ചിട്ട് പോവാല്ലേ? ഓക്കെ, ശരി എന്നാ. അപ്പൊ നമുക്ക് ഇനി ബാക്കി മുകളിൽ ചെന്നിട്ട് കാണാം. ദൈവമേ, റൈഡ് കുറച്ച് സമയത്തിനുള്ളിൽ തുടങ്ങുകയായിരിക്കും. മുകളിൽ കാണുന്ന ഈ കറങ്ങുന്ന സാധനമാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഗായ്സ്, നമ്മുടെ വ്ളോഗർ ജോഷു അതിൽ കയറിയിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ അനക്കമില്ലാത്ത ജീവച്ഛവമായിട്ടാണ് അതിൻ്റെ ഉള്ളിരിക്കുന്നത്. നമ്മുടെ വ്ളോഗർ ജോഷു അർക്കളമ്പായി എല്ലാവരും പൊന്നോമനെ കണ്ണിലുണ്ണി ഇതാ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം കറങ്ങി അപ്പൊ ഒരു വലിയൊരു കറക്കം കഴിഞ്ഞിട്ട് വന്നേക്കാണ്. നമുക്ക് നമ്മുടെ അടുത്ത കറക്കത്തോട് കിട്ടാം. എക്സ്പീരിയൻസ് പറയൂ. എക്സ്പീരിയൻസ് പറഞ്ഞത് പേടിക്കേണ്ട അത്രയും വലിയൊരു കറക്കമൊന്നുമല്ല. എന്നാലും നമ്മളൊന്ന് വട്ടം ചുറ്റിക്കും, അതിന്റെ ഒരു ചെറിയൊരു ഇത്. പക്ഷെ എന്നാലും നോട്ട് ദാറ്റ് സ്കെയറി. അതെ, അത് കൂട്ടിയിട്ട് അത് കൂട്ടിയിട്ട് യൂറോപ്പിലെത്തിണ്ട്. യൂറോപ്പിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ പറഞ്ഞോ. ഇവിടെ എല്ലാം ഭയങ്കര ചീപ്പാണ്. അവിടെ ഒരു വൈൻ സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അത് വേണ്ടേ? ആ, ഇതെന്താ വേണ്ടേ? ആ, ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, കൂട്ടി തുറന്നു. ഇത് തുറക്കാൻ പുറത്തുനിന്ന് ലോക്ക് ഇരുന്നിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരക്കുളമ്പയുടെ താൽക്കാലികമായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് മേനോൻ വിഷ്ണു. വീഡിയോ തുടങ്ങിയാണോ? അപ്പൊ നമ്മള് പല പല കുറെ സെക്ഷൻസ് കഴിഞ്ഞു. പക്ഷെ ഒന്നിനും കാര്യമായിട്ട് അകത്ത് കയറിയിട്ടില്ല. പക്ഷെ ഇനി അകത്ത് കയറാൻ പോകും. ധ്യാനം ധ്യേനം നരസിംഹം മോക്ഷം നരസിംഹം.
ഇപ്പോൾ ടർക്കി പവിനോല്ല ഇവിടുത്തെ ടർക്കിഷ് റൂമിൽ കയറിയൊക്കെയാണ്. ഇവിടെ നല്ല അടിപൊളി ടർക്കിഷ് കോഫി, ടർക്കിഷ് സ്പൈസസ്, ടർക്കിഷ് ഫുഡ്, എല്ലാം ടർക്കിഷ് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഗ്ലോബൽ വില്ലേജിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനി ഇവിടുന്ന് മടങ്ങുകയാണ് നമ്മൾ. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് ലഫ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഫേമസ് അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഷവർമയും ബ്രോസ്റ്റഡും ഒക്കെയാണ് ഇവിടുത്തെ ഫേമസ്. ഓക്കെ, ഒത്തന്റിക് എല്ലാം ഇവിടെ കിട്ടും. ജസ്റ്റ് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ലഫ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഫ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് അറബിക് ഒത്തന്റിക് ഫുഡുകളാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഒരു ഐറ്റമില്ല, ബ്രെഡ് ഓൾറെഡി ബ്രെഡ് കോംപ്ലിമെൻ്ററി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വന്ന വേറെ ഐറ്റം എന്ന് പറയുന്നത് ഐറ്റം ഇതിൻ്റെ പേര് റോസ്റ്റഡ്. ഓക്കെ, റോസ്റ്റഡ് ചിക്കൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ റോസ്റ്റഡ് ചിക്കൻ അല്ല, സ്പെഷ്യൽ റെസിപ്പി വെച്ച് സ്പെഷ്യൽ സ്പൈസി ആയിട്ട് സ്പെഷ്യൽ മസാല ഒക്കെ ആയിട്ട് ഒരു ഐറ്റമാണ്. അത് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ലഫയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി അടുത്തതായിട്ട് ഡാൻസ് ബാറിലേക്കാണ് പോണത്. നൈറ്റ് ക്ലബ്ബിൽ പോയി നമ്മൾ ഇവിടുത്തെ സ്റ്റൈലിൽ നൈറ്റ് ക്ലബ്ബിൽ പോയി നമ്മൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് കണ്ട്. പക്ഷെ അകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇനിയുള്ള ഷൂട്ടിങ്സ് ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാനുള്ള അകത്ത് കയറിയിട്ട് എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും. അതെ അതെ, ഇത് കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും പറഞ്ഞതായിരിക്കും. മുഴുവൻ പറയില്ല, കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് മുഴുവൻ പറയണില്ല, കുറച്ചൊക്കെ നമ്മളത് ഷോർട്ടാക്കി പറയും. ഓക്കെ, ബൈ ബൈ.